പൊതുവെ കണ്ട് ശീലിച്ചിട്ടുള്ള വില്ലനിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു പറയാം. കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചില നാടകങ്ങളുണ്ട്. ഈ ന്യൂഡൽഹിയുടെ ക്ലൈമാക്സ് ആദ്യം ഇവർ എഴുതി വെച്ചിരുന്നത്, അത് മുഴുവൻ ഡൽഹിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. എഴുതി വെച്ചിരുന്നത് ഞാനും മമ്മൂട്ടിയും തമ്മിലൊരു ഫൈറ്റാണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യ അത് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പ്രസ്സിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഞങ്ങളൊക്കെ വന്നിരുന്നു, ഫൈറ്റ് മാസ്റ്റർ വന്നു, ഫൈറ്റേഴ്സ് വന്നു, എല്ലാം വന്നിരുന്നു കാത്തിരിക്കുക. മമ്മൂട്ടി വന്നിരുന്നു. അപ്പോൾ കുറച്ച് ദൂരെ ജോഷി ഏട്ടനും ഡെന്നീസും ജോയ് തോമസ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ജൂബിലിയുടെ പ്രൊഡ്യൂസറും കൂടി ഭയങ്കരമായ വളരെ ഗൗരവമേറിയ ഒരു ചർച്ച നമുക്ക് അകന്നുള്ളൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അപ്പോൾ രാത്രി 11 മണിയായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇപ്പോൾ അത് ഷൂട്ടിംഗ് തുടങ്ങാത്ത, എന്താ ഞങ്ങൾ 8 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യാണ്, എന്താ തുടങ്ങാത്ത. നോക്കുമ്പോൾ അവിടെ ഭയങ്കര ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും, നമുക്ക് ശബ്ദം കേൾക്കുന്നില്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ഒന്നും പിടി കിട്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ജോഷിയേട്ടൻ വന്നിട്ട് പറഞ്ഞു, പക്ഷേ അത് ഫൈറ്റ് മാസ്റ്റർ എടുത്ത് നിങ്ങൾ വേണ്ട, ഫൈറ്റില്ല, പാക്കപ്പ് ഫോർ ഫൈറ്റേഴ്സ് ആൻഡ് മാസ്റ്റർ. അപ്പോൾ അന്ന് എൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ മമ്മൂട്ടിയായിട്ട് ഫൈറ്റ് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ വലിയ പ്രതീക്ഷയായിരുന്നു എനിക്ക്, മനസ്സിലായില്ലേ? ഭയങ്കര പ്രതീക്ഷയാണ്. ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ആകെ നിരാശനായി പോയി. ഫൈറ്റ് ഇല്ലേ, ഒന്നും അന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, ആരാണ് സിംഹങ്ങളാൽ എപ്പുറം നിൽക്കുന്നത്, ഒന്നും വേണ്ടിയില്ല. അങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞു, അത് പോയി. കാരണം മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് വന്ന് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ചാൻസാണ്, അവസരമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീനിലേക്ക് പോയി. സീനിൽ പോയി മമ്മൂട്ടിയുടെ സീൻ വന്നിട്ട് ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പത്രത്തിൽ ഹോം മിനിസ്റ്റർ ശങ്കർ ഷോട്ട് ഡെഡ് എന്ന് പറയുന്ന വലിയ ഹെഡിങ്, ഫസ്റ്റ് പേജ്, അതാണ് എൻ്റെ ഹെഡിങ്. ഒരുപാട് കെട്ടി ഇയാൾ എടുത്തിട്ട് ഹോം മിനിസ്റ്റർ ശങ്കർ ഡെഡ് ഇങ്ങനെ വലിച്ചെറിയും. പിന്നെ വേറൊരു ഗ്രൂപ്പ് എടുക്കും, അങ്ങനെ വലിച്ചെറിയും. അങ്ങനെ കംപ്ലീറ്റ് ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ വന്ന് താഴെ വീഴാണ്. ഒരു ഷോട്ടിൽ താഴെ വീഴുന്നത് ഒരു ഷൂവിൻ്റെ മേലെയാണ്. ആ ഷൂവിൻ്റെ അവിടെ നിന്ന് ക്യാമറ മുന്നിൽ പോകുമ്പോഴാണ് ദേവൻ എന്ന വില്ലൻ നിൽക്കുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ. നല്ല ഷോട്ടുകളാണ്. ജോഷിയേട്ടന് പറയാനുള്ളൂ, ജോഷിയേട്ടൻ്റെ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 5 ഇൻ്റർവ്യൂ വേണം പറയാനായിട്ട്. അവിടെ നിന്ന് പൊക്കി എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഇത് കണ്ടിട്ട് അന്തം വിടുകയാണ്. കാരണം ഇയാൾ പറഞ്ഞത് ഹീസ് ഡെഡ് എന്നാണ്. മുമ്പേ പ്ലാൻ ചെയ്ത് ഡെഡാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇയാൾക്ക് ന്യൂസ് കിട്ടിയില്ലേ രക്ഷപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വരും, വിത്ത് പോലീസാണ്. അങ്ങനെ കയറി വന്നിട്ട് മമ്മൂട്ടിയിൽ പറഞ്ഞു, എന്നെ കൊല്ലാൻ നീ ഇനിയൊരു ജന്മം കൂടി ജനിക്കണം, അറസ്റ്റ് ഹിം എന്ന് പറയും. അങ്ങനെ പോലീസ് വന്നിട്ട് മമ്മൂട്ടിനെ വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് തിരിയുന്നു. ഞാൻ തിരിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് ഒരു വെടി പൊട്ടുന്നു. നോക്കുമ്പോൾ സുമലത എന്നെ വെടിവെക്കുകയാണ്. ഈ സിനിമയുടെ ഏറ്റവും മനോഹരമായ ഒരു മൂമെൻ്റായിട്ട് മാറിയത്. ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം വില്ലനും നായകനും കൂടി തല്ലോടും, അവസാനം ഇതിനകത്ത് കയറും, ബാക്കിയൊക്കെ കറക്റ്റാണ്. ഈ പ്രസിലേക്ക് ഞാൻ വീഴുന്നു, ബ്ലഡ് വന്ന് വീഴുന്നു, പിന്നെ എല്ലാം ഓക്കെയാണ്. പക്ഷേ വെടിവെച്ച് കൊല്ലുന്നത് സുമലതയാണ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഉണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇടും. ഞാൻ സുമലതനെ റേപ്പ് ചെയ്യുന്നൊരു സീനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ജോഷിയേട്ടൻ പോലെയുള്ള സംവിധായകന്മാരുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്ലേസ്മെൻറ്റ് ഓഫ് സീൻ ഉണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിനിമയിൽ എഡിറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഹരൻ സാറായാലും ശരി, ജോഷിയേട്ടനായാലും ശരി, അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഓഫ് ഷോട്ട്സ്, പ്ലേസ്മെൻറ്റ് ഓഫ് സീൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആ സമയത്ത് ഇട്ടപ്പോഴല്ലോ ജനം അന്തം വിട്ട് പോയി. ഇങ്ങനൊരു ക്ലൈമാക്സ് ആരും പ്രതീക്ഷിക്കില്ല. അതിൻ്റെ പിന്നിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇവർ ചർച്ചയിൽ ചെയ്തതെന്ന് വെച്ചാൽ
മമ്മൂട്ടിയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അല്പം മാർക്കറ്റ് കുറവുള്ള സമയമായിരുന്നു. ശരിക്കും ന്യൂഡൽഹി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടതാണ്. ആ സമയത്ത് അതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ മുഴുവനും വലിയ സക്സസ് ആയിട്ടില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ജനവും പിന്നെ ഇൻഡസ്ട്രിയും. മമ്മൂട്ടിയുടെ ഇത് അതിൽ നിന്ന് ആ ഒരു സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ ചിത്രഭൂമിയിൽ വന്ന സംഭവത്തിനുള്ള ഒരു പ്രചോദനം ഈ രഞ്ജി പണിക്കരാന്ന് തോന്നുന്നു. രഞ്ജി പണിക്കർ തോന്നാൻ കാരണം അതാണത്. ആ കാലഘട്ടത്തിൽ ഉള്ള ഒരു ചെറിയൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇവർ തീരുമാനിച്ചെന്താണെന്ന് വെച്ചാൽ അന്ന് സ്ക്രീനിൽ മമ്മൂട്ടി വന്നാൽ അത്ര ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല ഓഡിയൻസിൻ്റെ മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മമ്മൂട്ടിയുടെ ആ GK എന്ന കഥാപാത്രത്തിനെ കുറച്ചും കൂടി താത്തണം. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ ആ GK എന്ന കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ വരെ ഒരു മാറ്റി. ജയിലിൽ അവശനായി പൊട്ടിയ ഗ്ലാസുമായിട്ട് നിൽക്കുന്ന മമ്മൂട്ടിനെ കാണാം. നേരെ മറിച്ച് വീരസാഹസികനായ ഒരു സാധാരണ ഒരു ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. ഭയങ്കരമായ ഒരു ബീജൊക്കെ ഇട്ട് വരും. അവിടെ മമ്മൂട്ടി ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് നിൽക്കുന്നത് നോക്കുമ്പോൾ കണ്ണാട പൊട്ടിയിരിക്കുന്നു. വയസ്സായി ഇങ്ങനെ നിൽക്കുന്ന അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ മമ്മൂട്ടി ചിലപ്പോൾ കേൾക്കണം, അല്ലെങ്കിൽ ജോഷിയുടെ കേൾക്കണം. പക്ഷേ ഇതാണ് സത്യം, മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ചരിത്രം എങ്ങനെയാണ് ഒരു പടം വിജയിക്കുന്നത്. അതിൽ എല്ലാവരും വിചാരിച്ചത്, കാരണം ഈ മമ്മൂട്ടി എന്ന കഥാപാത്രത്തെ, ആ GK എന്ന കഥാപാത്രത്തെ സ്ക്രിപ്റ്റ് റൈറ്ററും വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഡെന്നിസ്, ഹി ഈസ് നോ മോർ നൗ, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഹിം ആൻഡ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ജോഷിയേട്ടൻ, പതുക്കെ ഒന്ന് അടക്കി വസിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണ്, മനസ്സിലായില്ലേ. ആക്ച്വലി സുരേഷ് ഗോപിക്കാണ് ആ പടത്തിൽ ഒരു ഹീറോ ഇമേജ് ഉള്ളത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിന് ശേഷം സുരേഷ് ഗോപി നായകനായിട്ട് കുറച്ചും കൂടി ഷൈൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷേ ഇതിൻ്റെ സംവിധായകനും റൈറ്റർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ടായിരുന്നിരിക്കാം. ഇറ്റ്സ് മൈ അസംപ്ഷൻ, മേ നോട്ട് ബി ട്രൂ. ഞാൻ പറഞ്ഞങ്ങനെയാണ്. പക്ഷേ പടം റിലീസ് ചെയ്ത സമയത്ത് ഞങ്ങളൊക്കെ കാശ്മീർ ഷൂട്ടിംഗ് നടക്കാം. നായർ സാബ് ജോഷിയുടെ പടം ആ സമയത്ത് ആണ് ഇത് റിലീസാവുന്നത്, കേരളത്തിൽ റിലീസ്. അതിനു മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് കൂടി പറയാം. ഒരു IV ശശിയേട്ടൻ്റെ ഒരു പടത്തിൽ നാൽക്കവല എന്നൊരു സിനിമ തുടങ്ങാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ അതിനകത്തൊരു വേഷം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന മുന്നേ അന്ന് പിന്നെ ജോയ് തോമസ് എൻ്റെ കൂടെ ഞാൻ ന്യൂഡൽഹി കണ്ടു ഫസ്റ്റ് പ്രിൻ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ കയറി നാൽക്കവലയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ കോഴിക്കോട് പോയി. രാവിലെ ട്രെയിനിൽ ഇറങ്ങി ഞാൻ മഹാറാണിയിലേക്ക് പോവാം. മഹാറാണി വന്ന് ഇറങ്ങിയപ്പോൾ ശശിയേട്ടൻ, IV ശശി, ദാമോദരമാഷൊക്കെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ എന്നെ. എനിക്കറിയാം, ഞാൻ അന്ന് വലിയ സ്റ്റാറേ അല്ല. നിൽക്കുന്ന സമയത്ത് ഞാൻ വന്ന് ഇറങ്ങിയ ഉടനെ ശശിയേട്ടൻ, എടോ താൻ കണ്ടില്ലേ പടം ഇന്നലെ, മറ്റേ ന്യൂഡൽഹി കണ്ടോ? ഞാൻ കണ്ടു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ഭയങ്കര പടമാണ് ചേട്ടാ, ഗംഭീര പടമാണ്, ഭയങ്കരമായിട്ട് ഓടും, 100 ദിവസം മിനിമം ഓടും. ഞാൻ പറഞ്ഞു, ഞാൻ ഇരുന്ന സീറ്റിൽ നിന്നും അതിൻ്റെ എഡ്ജിലേക്ക് വന്നു. ഞാനൊരു സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ത്രില്ലിങ്, അതൊരു മലയാള സിനിമയായിട്ട് തോന്നുന്നില്ല, അത്രയും ഒരു ബ്യൂട്ടിഫുൾ വെൽ ടേക്കൺ ഫിലിം. ആണോ? അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് അറിയുന്നത്, ഇവർ നാൽക്കവലയിലെ കേന്ദ്ര കഥാപാത്രമായ മമ്മൂട്ടീനെ വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ന്യൂഡൽഹിയുടെ ഫെയ്റ്റ് എന്താവും എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഫെയ്റ്റാണ്, ഞാൻ മനസ്സിലായില്ലേ. അത്
ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് വിജയിക്കുന്നവൻ്റെ കളിക്കളമാണ് സിനിമ. മനസ്സിലായി? അവിടെ ഒരു സെൻറ്റിമെൻസും ഇല്ല, അച്ഛനോ അമ്മയില്ല, ഒരു സെൻറ്റിമെൻസ് അവനൊന്നുമില്ല. വിജയിച്ചില്ലെങ്കിൽ ഹീസ് ഔട്ട്, ഹീസ് ത്രോൺ ഔട്ട്, നോട്ട് ഔട്ട്, ഹി വിൽ ബി ത്രോൺ ഔട്ട്. ദർ ഇസ് നോ സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ്. അപ്പോൾ ഞാൻ ഇത്രയും മഹാനടനായ മമ്മൂട്ടി, ഇത്രയും ഒരുപാട് വലിയ ഹിറ്റുകൾ സംഭാവന ചെയ്ത മമ്മൂട്ടിക്ക് വരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വേണോ വേണ്ടേ, ഡിങ് 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 ഡിങ്, മനസ്സിലല്ലേ? അതാണ് സിനിമ. നായകനായൊക്കെ വന്നിരുന്നല്ലോ, അതുപോലെ നായകനായി വരാൻ പിന്നെയും സാധിക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ വില്ലനാവേണ്ടി വന്നതും അങ്ങനെ പോവേണ്ടി വന്നതും എന്തുകൊണ്ടായിരുന്നു? അത് സിനിമയുടെ ഒരു അവസ്ഥയാണ്, മനസ്സിലല്ലേ? അത് കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് കാരണങ്ങളായിട്ടായിരുന്നു. ഇപ്പം പറഞ്ഞല്ലോ, ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാരക്ടറിനെ ഷൈൻ ചെയ്യാനായിട്ട് നായകൻ സമ്മതിക്കാറില്ല. ദാറ്റ് ഈസ് എ ട്രൂത്ത്. അതാണ് അതിൻ്റെ ഒരു സത്യം.